ഒരു ചോദ്യം. ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണോ തീരുമാനിച്ച പ്രോഡക്റ്റ് വാങ്ങുന്നത്? അതോ കമ്പനികൾ നിങ്ങളെ തീരുമാനിപ്പിക്കുകയാണോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ലോകത്തിലെ വലിയ കമ്പനികൾ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. അവർ പ്രോഡക്റ്റ് മാത്രം വിൽക്കുന്നില്ല, നിങ്ങൾ കൂടുതൽ വാങ്ങാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് അവർ സൃഷ്ടിക്കുന്നത്. ഇന്ന് കമ്പനികൾ ഉപയോഗിക്കുന്ന 10 പവർഫുൾ ബിസിനസ് ട്രിക്സിൽ ആദ്യത്തെ 5 ട്രിക്സ് നോക്കാം. സ്ട്രാറ്റജി 1. ഫ്രീ ഷിപ്പിംഗ്. 500 രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾക്ക് ഫ്രീ ഷിപ്പിംഗ്. ഈ ഒരു വരി ലക്ഷക്കണക്കിന് ആളുകളെ കൂടുതൽ പണം ചെലവാക്കാൻ പ്രേരിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ കാർട്ടിൽ 470 രൂപയുടെ സാധനങ്ങളുണ്ട്. ഷിപ്പിംഗ് ചാർജ് 40 രൂപ. പക്ഷേ 500 രൂപ കഴിഞ്ഞാൽ ഷിപ്പിംഗ് ഫ്രീ. അപ്പോൾ നിങ്ങൾ 30 രൂപ അല്ലെങ്കിൽ 50 രൂപയുടെ മറ്റൊരു പ്രോഡക്റ്റ് കൂടി ചേർക്കും. നിങ്ങൾക്ക് തോന്നും ഷിപ്പിംഗ് ചാർജ് ലാഭിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ കൂടുതൽ പണം ചെലവാക്കിയതാണ്. സ്ട്രാറ്റജി 2. ആങ്കറിംഗ് എഫക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ആദ്യം 9,999 രൂപ എന്ന് കാണിക്കും. പിന്നീട് 4,999 രൂപ ഓഫർ. ഉടനെ ഇത് വലിയ ഓഫറാണല്ലോ എന്ന് തോന്നും. പക്ഷേ 9,999 രൂപ നിങ്ങളുടെ ബ്രെയിനിന് ഒരു റെഫറൻസ് പോയിന്റ് മാത്രമാണ്. അതുകൊണ്ട് 4,999 രൂപ വളരെ ചീപ്പായി തോന്നുന്നു. സ്ട്രാറ്റജി 3. ഡീകോയ് പ്രൈസിംഗ്. സിനിമയിൽ പോയാൽ സ്മോൾ പോപ്കോൺ 150 രൂപ, മീഡിയം 250 രൂപ, ലാർജ് 260 രൂപ. 10 രൂപ മാത്രം കൂട്ടിയാൽ ലാർജ് കിട്ടുമെന്നതിനാൽ മിക്ക ആളുകളും ലാർജ് തന്നെ തിരഞ്ഞെടുക്കും. ആദ്യമേ സ്മോൾ വാങ്ങാൻ വന്ന ആളുപോലും കൂടുതൽ പണം ചെലവാക്കും. ഇതാണ് ഡീകോയ് പ്രൈസിംഗ്. സ്ട്രാറ്റജി 4. ലിമിറ്റഡ് സ്റ്റോക്ക്. ഓൺലി 2 ലെഫ്റ്റ്. ഓഫർ എൻഡ്സ് ടുഡേ. ഈ 2 വരികൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു പേടി സൃഷ്ടിക്കും. ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ ഇനി കിട്ടില്ല. ഇതിനെയാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നത്. പല കമ്പനികളും ഈ സൈക്കോളജി ഉപയോഗിച്ചാണ് സെയിൽസ് വർദ്ധിപ്പിക്കുന്നത്. സ്ട്രാറ്റജി 5. ഐ ലെവൽ സ്ട്രാറ്റജി. സൂപ്പർ മാർക്കറ്റിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന പ്രോഡക്ട്സ് എപ്പോഴും നിങ്ങളുടെ കണ്ണിൻ്റെ ഉയരത്തിലായിരിക്കും. ചീപ്പ് പ്രോഡക്ട്സ് സാധാരണ താഴെയോ മുകളിലോ ആയിരിക്കും. കാരണം ആദ്യം കാണുന്ന പ്രോഡക്റ്റ് വാങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടാണ് ഷെൽഫിലെ സ്ഥാനം പോലും ഒരു ബിസിനസ് സ്ട്രാറ്റജിയാകുന്നത്. ഇതുവരെ പറഞ്ഞത് 10 ട്രിക്സിൽ ആദ്യത്തെ 5 മാത്രം. പക്ഷേ ഇനിയാണ് കൂടുതൽ ഡേഞ്ചറസ് ആയ ട്രിക്സ് വരുന്നത്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും പിന്നിൽ പാൽ വെക്കുന്നതെന്തിന്? ഫ്രീ ട്രയൽ ശരിക്കും ഫ്രീ ആണോ? സബ്സ്ക്രിപ്ഷൻ മോഡൽ എങ്ങനെ കമ്പനികൾക്ക് കോടികൾ സമ്പാദിച്ചു കൊടുക്കുന്നു? ഇതെല്ലാം ഇനി പറയാനുണ്ട്. പക്ഷേ ഈ വീഡിയോ അധികമായി ഇനിയും നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ബാക്കിയുള്ള 5 പവർഫുൾ ബിസിനസ് ട്രിക്സ് പാർട്ട് 2 വിശദമായി പറയുന്നത്. അതുകൊണ്ട് വെൽറ്റിഫൈ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കോൺ ഓൺ ചെയ്യൂ. പാർട്ട് 2 മിസ്സാകരുത്.